നാസർ, ഈ E1 പദ്ധതി എന്നതുകൊണ്ട് ഇസ്രായേൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്? E1 പദ്ധതിയിലൂടെ ഈ വെസ്റ്റ് ബാങ്കിലും തങ്ങളുടേതായിട്ടുള്ള അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. അതിന് ഈ ജെറൂസലമാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്നത്. അവിടെ E1 പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 3401 വസതികൾ പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വസതികൾ പണിയുന്നതിൻ്റെ അർത്ഥം എന്നത് ഈ അനധികൃതമായിട്ടുള്ള ഇത്തരം വസതികൾ പണിതുകൊണ്ട് ജൂത കുടിയേറ്റക്കാർക്ക് വാസസ്ഥലം ഒരുക്കുക എന്നതല്ല. നേരെ മറിച്ച് ഈ ജെറൂസലമിന്റെ ഭൂപ്രകൃതിയും അതിന്റെ ഭാവി ഭൂഘടനയും മാറ്റിമറിക്കുക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് E1 പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ധനകാര്യമന്ത്രി കൂടിയാണ് സ്മോട്രിക്കാണ് ഇതിന് മുൻകൈയെടുത്തിരിക്കുന്നതും ആ പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഈ ജെറൂസലമിന്റെ ഉൾഭാഗങ്ങൾ മുതൽ തുടങ്ങി വെസ്റ്റ് ബാങ്കിന്റെ അതിർത്തി വരെ നീളുന്ന ഈ അനധികൃത കുടിയേറ്റ പദ്ധതിയിലൂടെ ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കിഴക്കൻ ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വരുന്നതിനെ തടയുക എന്നതാണ്. കാരണം ഇങ്ങനെ പൂർണ്ണമായിട്ടും വിഭജിക്കപ്പെട്ട ഇസ്രായേൽ അധിനിവേശമുള്ള ഒരു സ്ഥലത്ത് എന്തായാലും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നത് സാധ്യമാവുകയില്ല എന്ന് ഇസ്രായേലിനറിയാം. അതുകൊണ്ടാണ് തിരക്കിട്ട രീതിയിൽ ഇപ്പോൾ ഇതിന്റെ നിർമ്മാണ ജോലികൾക്കുള്ള ടെൻഡറുകൾ ക്ഷണിച്ചിരിക്കുന്നതും. അങ്ങനെ ആ പദ്ധതി മുന്നോട്ട് പോവുകയാണെങ്കിൽ 160-ലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ചിരിക്കുന്ന സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആ ഒരു ആശയം പൂർണ്ണമായിട്ടും തിരസ്കരിക്കാനോ നിരാകരിക്കപ്പെടാനോ ഇസ്രായേലിന് സാധിക്കും. അതിനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് ഈ E1 പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ജീന, നാസർ, ഈ സൊമാലിലാൻഡിനെ അംഗീകരിച്ച നടപടിയിൽ നേരത്തെ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴും ഇസ്രായേലിന്റെ നിലപാട് എങ്ങനെയാണ്? ഇസ്രായേൽ പൂർണ്ണമായിട്ടും, കാരണം ഒരൊറ്റ രാജ്യം മാത്രമാണ് ഈ സൊമാലിയിൽ നിന്ന് വേർപെട്ടു പോയ ഒരു പ്രദേശത്തെ, സൊമാലിലാൻഡ് എന്ന പ്രദേശത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഈ അംഗീകരിച്ചു എന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, ഭാവിയിൽ ഈ സൊമാലിലാൻഡിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സൈനികവും അതോടൊപ്പം തന്നെ മറ്റുള്ള ഇപ്പോൾ പലസ്തീൻ ജനതയെ പോലും കുടിയിരുത്താനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ സൊമാലി ലാൻഡിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാബുൽ മന്ദബ്, അതോടൊപ്പം തന്നെ സൂയസ് കനാൽ, ആ ഏരിയകളിലും തങ്ങളുടെ സൈനികമായിട്ടുള്ള പിടിമുറുക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം എന്ന നിലയ്ക്കാണ് വളരെ പൊടുന്നനെ തന്നെ ഈ സൊമാലി ലാൻഡിനെ അംഗീകരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അംഗീകാരം മാത്രമല്ല, ഇന്നലെയാണ് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി സൊമാലി ലാൻഡിൽ ഔദ്യോഗികമായ സന്ദർശനം നടത്തിയത്. ഇതൊക്കെയും ഇതിനെതിരെ സൊമാലിയെ മാത്രമല്ല മൊത്തം ആഫ്രിക്കൻ, അറബ്, മുസ്ലിം രാജ്യങ്ങൾ അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കെണിയാണ്. ഫലസ്തീൻ ജനതയുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഗസയിൽ നിന്ന് അവരെ പുറന്തള്ളാനുള്ള, അവരെ കുടിയിരുത്താനുള്ള ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഭാവിയിൽ സൊമാലിലാൻഡിനെ മാറ്റിയെടുക്കാനുള്ള, സൈനികമായി അവിടെ പിടിമുറുക്കാനുള്ള ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ചെറുക്കണമെന്നാണ് ആഫ്രിക്കൻ യൂണിയനും OIC-യും അറബ് ലീഗും ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിം അറബ് കൂട്ടായ്മകളും ആഫ്രിക്കൻ കൂട്ടായ്മകളും ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ആവശ്യം ഉന്നയിക്കുന്നത്. ജിന, ശരി നാസർ, ഏതായാലും ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഊർജ്ജ ശ്രമമാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈജിപ്തുമായി ചർച്ച നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ റഫ അതിർത്തി തുറക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.